നിതിൻ രാജിന്റെ മരണത്തിൽ ഡോക്ടർ MK റാമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് വന്നതിന് പിന്നാലെയാണ് റീ അറസ്റ്റ്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാരംഗ്, ഇത് അറസ്റ്റിനുള്ള സാധ്യത ഉൾപ്പെടെ അത് കോടതിയുടെ ഉത്തരവിലായിരുന്നു ഉണ്ടായിരുന്നത്. കോടതിയുടെ ഉത്തരവിന് പിന്നാലെ അറസ്റ്റ് ഉണ്ടാവുകയാണ്. ഇനി എങ്ങനെയാകും അന്വേഷണം? അക്ഷയ, വൈകിട്ട് 4:30 കൂടിയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഉത്തരവുണ്ടാകുന്നത്. റീ അറസ്റ്റ് എന്നുള്ളത് അത്ര സാധാരണമായി നമ്മൾ കാണുന്നൊരു പ്രക്രിയയല്ല. എന്നാൽ ഈ കേസിൽ റീ അറസ്റ്റ് വേണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായി കോടതി പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ തന്നെ കോടതിയിൽ നേരിട്ട് കോടതിയിലേക്ക് എത്തിച്ച് അറസ്റ്റുമായി ബന്ധപ്പെട്ട നിരവധി വീഴ്ചകൾ സംഭവിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നേരിട്ട് ചോദിക്കുന്നൊരു സ്ഥിതിഗതി ഉണ്ടാകുന്നു. അതിനുശേഷമാണ് ഡോക്ടർ MK റാമിനെ നേരിട്ട് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നത്. പിന്നീട് കോടതിയുടെ ഉത്തരവ് വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മെഡിക്കൽ പരിശോധന അടക്കം പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് പോലീസ് സംഘം കടന്നിരിക്കുന്നു. അതിനുശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കോടതി സമയം പൂർത്തിയായതിനാൽ തന്നെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുകയായിരിക്കും ചെയ്യുക. അതിനുശേഷമായിരിക്കും പിന്നീടുള്ള നിയമ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. എന്തായാലും വലിയ രീതിയിൽ ചർച്ചയായ ഒരു കേസാണ്. കേരളം മുഴുവൻ ചർച്ചയായ ഒരു കേസ്. നിരവധി പ്രക്ഷോഭങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ പശ്ചാത്തലമാക്കി തന്നെയൊക്കെ തന്നെ മുന്നോട്ടേക്ക് വന്നതാണ്. അപ്പോൾ അത്രത്തോളം വലിയൊരു സാമൂഹ്യ ശ്രദ്ധ നേടിയ കേസെന്ന രീതിയിൽ തന്നെ അന്വേഷണം എത്രയും പെട്ടെന്ന് തന്നെ കൃത്യമായ രീതിയിൽ ഊർജിതമായ രീതിയിൽ തന്നെ പൂർത്തിയാക്കാൻ തന്നെയായിരിക്കും അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. അതുമാത്രമല്ല, റീ അറസ്റ്റ് എന്നുള്ള ഒരു പ്രക്രിയയിലേക്ക് കടക്കുന്നു. അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തെ നേരിട്ട് കോടതിയിലേക്ക് വിളിച്ചു വരുത്തി കോടതിയടക്കം ഈ രീതിയിൽ പ്രത്യേകമായ രീതിയിൽ തന്നെ വിശദീകരണം ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. അപ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ കുടുംബം എപ്പോഴും വലിയ രീതിയിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതടക്കം അടിസ്ഥാനപ്പെടുത്തി തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു അന്വേഷണം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ നിതിൻ രാജിന്റെ കുടുംബവും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനും മുന്നോട്ടാക്കി വയ്ക്കുന്നത്. അക്ഷയ, ശരി. എന്നാൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു കേസ് ഉൾപ്പെടെയാണ് എന്തായാലും ഇപ്പോൾ റാമിന്റെ റീ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് സാരംഗ് നൽകുന്നത്.